തൃശൂർ പൂരം വിവാദത്തിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിൽ തിരുവമ്പാടി ദേവസ്വത്തിലുള്ളവർക്ക് നിർണായക പങ്കുണ്ട് എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാറമേക്കാവ് ദേവസ്വം പൂരം നടത്താൻ സഹകരിച്ചു. അട്ടിമറിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടായി എന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ADGPയുടെ റിപ്പോർട്ട് തിരുവമ്പാടി ദേവസ്വം പാടെ നിരാകരിക്കുകയാണ്. പോലീസിന്റെ അതിക്രമത്തെ തുടർന്ന് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം നിർത്തിവെച്ചത് എന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ 24 പറഞ്ഞു. ഈ പാർട്ടിയുടെ എല്ലാവരും ഞങ്ങളെ ഏകസ്വരത്തിലാണ് ഈ തീരുമാനം എടുത്തേക്കണേ. അല്ലാണ്ട് അവിടെ ഒരു പ്രത്യേകതരം വിഭാഗീയതയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. ഇത് അവസാനം ദേവസ്വങ്ങളുടെ മെക്കെട്ടന്നെ വരുള്ളൂ. എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാരും അവരവരെ നിലനിൽപ്പ് വെക്കും. ദേവസ്വങ്ങളെയാണ് അവസാനം ഇത് ബലിയാടാക്കുള്ളൂ. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. ദീപക്, ഒരു ബാഹ്യ ഇടപെടൽ ഈ പൂരം അലങ്കോലമായതിലുണ്ട് എന്നാണോ ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് ആരുടേതാണ്? തിരുവമ്പാടി അവർക്കൊപ്പം നിന്നുവെന്നാണോ, അതോ തിരുവമ്പാടി തന്നെ ഇത്തരം നടപടിക്ക് നേതൃത്വം നൽകിയെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഒരു ബാഹ്യ ഇടപെടലിന്റെ സാധ്യതയിലേക്കാണോ ADGPയുടെ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്? ദീപക്. വിജയൻ, ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന റിപ്പോർട്ട്, പൂരം കലക്കൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂരം പൂർത്തിയാക്കാതിരിക്കാൻ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ADGP MR അജിത് കുമാർ DGP ദർവേഷ് സാഹിബിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കഴിഞ്ഞതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൂരം ഗൂഢാലോചനയിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർക്ക് നിർണായക പങ്കുണ്ട് എന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. അതായത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പൂരം പൂർത്തിയാക്കുന്നതിന് പകരം പൂരം പകുതിയിൽ ഇട്ടുവെച്ച് മാറിക്കളയുക, പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാറമേക്കാവ് ദേവസ്വം പൂരവുമായി സഹകരിക്കാനും ചർച്ചയിലൂടെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ നടത്താനും ശ്രമിച്ചു. പക്ഷേ എന്നാൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽക്കോയ്മയിൽ അല്ലെങ്കിൽ മേൽക്കൈയിൽ ആ തീരുമാനത്തിനൊപ്പം പാറമേക്കാവ് ദേവസ്വം നിൽക്കേണ്ടി വന്നു എന്നുള്ളതുണ്ട്. ഇതിൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷിന്റെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങളും അതിലുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ഉദ്യോഗസ്ഥരെ, സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥരെ, മറ്റ് സർക്കാരിന്റെ അനുബന്ധ സംവിധാനങ്ങൾ, ഇതുകൂടാതെ തന്നെ ദേവസ്വം പ്രതിനിധികളെയും പരാതിക്കാരെയും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെയും എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ചില നിർണായകമായ വിവരങ്ങൾ വരുന്നു. കാരണം ആസൂത്രിതമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന രീതിയിലുള്ള പൂരം പൂർത്തിയാക്കാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ള നിലയിലാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലെ പരാമർശം എന്നാണ് അറിയുന്നത്. സർക്കാർ ഇനി അത് പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇന്റലിജൻസിന്റെ ഒരു വീഴ്ചയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നീക്കം, ആസൂത്രിതമായ അട്ടിമറി നീക്കം നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറയുന്നു. 2023 സമാന സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം ചർച്ച ചെയ്തു, പരിഹരിച്ചു, പൂരം പൂർത്തിയാക്കി. എന്നാൽ അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിച്ച് പൂരം പൂർത്തിയാക്കാൻ തിരുവമ്പാടി ദേവസ്വം ഇക്കുറി സഹകരിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മന്ത്രി K രാജൻ സ്ഥലത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി ഇടപെട്ടു എന്നുകൂടി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ടിൽ അട്ടിമറിയെക്കുറിച്ചില്ല എന്ന് ഇതുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അത് 100% തെറ്റാണ് എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇതിൽ അട്ടിമറിക്ക് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. വിജയൻ. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെ പേര് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി നേരത്തെ നമ്മളോട് സംസാരിച്ചു. ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് അദ്ദേഹം. ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പൂരം അതിൻ്റെ ചടങ്ങുകൾ നിർത്തിവെച്ചതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ തിരുവമ്പാടിയുടെ പങ്ക് എടുത്തു പറയുന്നുണ്ട്, ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് വിമർശനാത്മകമായി വിലയിരുത്തുന്നുണ്ട് ADGPയുടെ റിപ്പോർട്ടിൽ എന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട്ട് നിന്ന്.